കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരാധന ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ഉറപ്പിക്കുന്നു. ആരാധന കർത്താവായ ദൈവത്തിന് മാത്രം ഉള്ളതാണ്. മനുഷ്യനോ മറ്റ് സൃഷ്ടവസ്തുക്കൾക്കോ നൽകുന്നതല്ല ആരാധന. നമ്മുടെ ഭവനങ്ങളിൽ ആരാധന ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ ദിനവും ആരാധിക്കുന്ന ഭവനങ്ങളിൽ പിശാചിന്റെ ആധിപത്യം നിലനിൽക്കുകയില്ല. അവന്റെ സാമ്രാജ്യം തകർക്കപ്പെടും. ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യം, ആരാധനയിൽ ഇറങ്ങുന്ന ദൈവിക അഭിഷേകം നാം സ്വീകരിക്കുമ്പോൾ ആ അഭിഷേകം നമ്മുടെ മുഖങ്ങളെ തകർത്തുകളയും. ആ അഭിഷേകം നമുക്ക് ജയം നൽകും. അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവിക സാന്നിധ്യം അവരുടെ ചങ്ങലകൾ അഴിച്ചു മാറ്റി അവർക്ക് മോചനം നൽകി. സ്നേഹമുള്ളവരെ, നമ്മുടെ തകർന്നു പോയി എന്ന് കരുതുന്ന ജീവിതത്തെ പുതുക്കി പണിയുവാൻ, ആത്മീയ ജീവിതത്തെ ഉണർത്തുവാൻ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ നിമിഷം നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ജീവനുള്ള വിശുദ്ധിയോടുകൂടിയുള്ള ആരാധന നമുക്കിന്ന് സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ തന്നെ ഞാനിതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നു. ഓ എൻ്റെ യേശുവേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. യേശുവേ സമർപ്പിക്കാം. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലയത്തിൽ അവിടുത്തോടായിരിക്കുവാൻ തക്ക വിധം ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാൻ തക്ക വിധം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധന, കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ,
ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ആമേൻ. ഹല്ലേലൂയ. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹി ആത്മാവിനെ ഹല്ലേലൂയ. സൗരഭ്യമായി തീർത്തിടണേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്നാണ് ഞങ്ങളുടെ സർവ്വവും. അവിടുന്ന് തന്നതാണ് ഞങ്ങൾക്കുള്ളതെല്ലാം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശുവേ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. യേശു എൻ്റെ നല്ല സമ്പത്ത്, ആമേൻ. ഹല്ലേലൂയ. എന്നല്ല സാഖി ഏതു നേരത്തും. ആമേൻ. യേശു എൻ്റെ നല്ല സമ്പത്ത്, എന്നല്ല സാഖി ഏതു നേരത്തും. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. യേശുവേ, ദേഹം ദേഹി ആത്മാവിനെ കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണം. സൗരഭ്യമായി തീർത്തിടണേ. കർത്താവേ, അങ്ങയുടെ ദേഹം ദേഹി ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗരഭ്യമായി തീർത്തി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മിലും നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കടന്നു വരികയും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.